ഹായ് ഓൾ, നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഓൾറെഡി ലണ്ടൻ വന്നിട്ട് നമ്മൾ ലണ്ടൻ്റെ കുറേ വീഡിയോസും മറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇത്തവണ നമ്മൾ പാരൻസ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെയൊക്കെ ലണ്ടൻ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്തവണ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ വീഡിയോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ലണ്ടനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ ബക്കിംഗ്ഹാം പാലസ് മാത്രം പോയിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 മണിയോടുകൂടി ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഡെസ്റ്റിനേഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നമ്മൾ താമസിക്കുന്നത് ബ്രോംലി ബോ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ട്യൂബ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ടവർ ഹില്ലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന് നമുക്ക് ട്യൂബ് സ്റ്റേഷനിൽ എത്താൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയും ബ്രെഡും ഓംലെറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒത്തിരി സമയം വേസ്റ്റ് ആയി പോകും. നമ്മൾ വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത്തവണ മഴയായി പോകുമോ എന്ന്. പക്ഷേ എന്തായാലും മഴയൊന്നും ആയിട്ടില്ല. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു 4ാമത്തെ നിലയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ട്യൂബ് സ്റ്റേഷനിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനായിട്ടേ ഉള്ളൂ. ബേബിയെ കൂട്ടിയിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മഴയെങ്ങാനും പെയ്യുമോ തണുപ്പാകുമോ എന്നൊക്കെ. എന്തായാലും മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ ആദ്യം ടവർ ഹില്ലിൽ ഇറങ്ങിയിട്ട് നമ്മൾ ടവർ ബ്രിഡ്ജാണ് ആദ്യം കാണാനായിട്ട് പോകുന്നത്. ടവർ ബ്രിഡ്ജ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് രാവിലെ 11:30 നമുക്ക് വെസ്റ്റ് മിനിസ്റ്ററിൽ എത്തണം. അങ്ങനെ നമ്മൾ ട്യൂബ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വെസ്റ്റ് ബോൺ പ്ലാറ്റ്ഫോംസിലേക്കാണ് പോകേണ്ടത്. ഇവിടെ വന്നിട്ട് 4 സ്റ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് ടവർ ഹില്ലിൽ എത്തിച്ചേരാൻ പറ്റും. ലണ്ടൻ ട്യൂബ് സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ തവണ ലണ്ടൻ വന്നപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരിക. 11:30 തന്നെ നമുക്ക് വെസ്റ്റ് മിനിസ്റ്ററിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്ക് ക്രൂസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ഐ ക്രൂസ് അത് 11:30 നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ടവർ ഹില്ലൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ ഒരു 10 മിനിറ്റ്സ് ജേർണി ഉണ്ട് ടവർ ഹില്ലിൽ നിന്ന് നമുക്ക് വെസ്റ്റ് മിനിസ്റ്ററിൽ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ട് ഇറങ്ങിയത്. കുഞ്ഞൊക്കെ ആയിട്ട് ബേബിയൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ സമയം എത്ര നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ടൈം നമ്മൾ ഗ്യാപ്പ് ഇട്ടൊക്കെ തന്നെയാണ് ഓരോന്ന് ബുക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ അറിയില്ല എത്രത്തോളം നമുക്ക് ഇതൊക്കെ കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് കയറാനുള്ള ട്യൂബ് എത്തി. നമ്മൾ അതിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടവർ ഹില്ലിലേക്ക്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ടവർ ഹിൽ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ടവർ ഹിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. ടവർ ഓഫ് ലണ്ടൻ വഴിയാണ് നമുക്ക് നടന്ന ടവർ ബ്രിഡ്ജിലേക്ക് പോകേണ്ടത്. ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കാസിൽ തന്നെയാണ് ഈ ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. ഒരേ സമയം കൊട്ടാരമായും തടവറയായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാസിലാണ് ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. ലണ്ടനിലുള്ള കാസിലുകളിൽ ഏറ്റവും സുരക്ഷിതമായ കാസിൽ എന്ന് പറയുന്നത് ടവർ ഓഫ് ലണ്ടൻ ആണ്. ഏകദേശം 1000 വർഷത്തിന്റെ കഥകളാണ് ഈ ഒരു ടവർ ഓഫ് ലണ്ടൻ പറയാനുള്ളത്. സുരക്ഷിതത്വം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ യുദ്ധസമയങ്ങളിൽ രാജാക്കന്മാരെല്ലാവരും ഇവിടേക്ക് മൂവ് ചെയ്ത് ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്രൗൺ ജുവൽ പോലെയുള്ള മൂല്യമായ വസ്തുക്കളും മറ്റും സൂക്ഷിക്കുന്നത് ഇപ്പോഴും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ തടവിലാക്കപ്പെട്ട രാജാക്കന്മാരെയും രാജ്ഞിമാരെയും പാർപ്പിച്ചിരുന്നതും അവരുടെ ശിക്ഷ നടപ്പാക്കിയിരുന്നതും ഈ ഒരു ടവർ ഓഫ് ലണ്ടനിൽ തന്നെയാണ്. അപ്പോൾ നടന്ന് നമ്മൾ ടവർ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുവാനായിട്ട് 2 സൈഡിൽ നടപ്പാതകളുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലേക്ക് നമുക്ക് താഴേക്ക് പ്രൊമനേഡുകളുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി പോകുവാനുള്ള ലിഫ്റ്റും മറ്റു സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാണ്. പോയിട്ട് നമ്മൾ അവിടെ നിന്നാണ് പ്രൊമനേഡിലേക്ക് പോകുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു പാലത്തിന് മുകളിൽ. ആ പാലത്തിന് മുകളിൽ കൂടെ തന്നെയാണ് ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 സൈഡിൽ നടക്കാനായിട്ടുള്ള സ്ഥലവും ഉണ്ട്. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അവിടെ നിന്ന്. കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമായിരുന്നു. അവൻ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു ആട്ടം, ചെറിയൊരു തൊട്ടിലാട്ടം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. നല്ല ഉറക്കമായിരുന്നു ആള്. ഈ പാലത്തിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കാണുന്ന 2 നടപ്പാതകളാണ് മുകളിലെ. അപ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ കയറാവുന്നതാണ്. അതിന് പ്രത്യേകം ചാർജും ലിഫ്റ്റും ഒക്കെ ഉണ്ട് നമുക്ക് കയറണമെങ്കിൽ. അപ്പം നമ്മൾ പോകുന്നത് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള പ്രൊമനേഡിലേക്കാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാവ നല്ല ഉറക്കമാണ്. അതേപോലെ കുഞ്ഞാവയുടെ ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. അവൻ ജനിച്ച് ആദ്യമായിട്ട് വരുന്ന സ്ഥലം ഇതാണ്. അപ്പം അത് ഞങ്ങൾ പറയായിരുന്നു, കുഞ്ഞാവയുടെയും ആദ്യത്തെ ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡ് കണ്ട പ്രൊമനേഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പാലം ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുന്നത്. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
മഴയില്ലാത്തത് എന്തായാലും അനുഗ്രഹമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. അച്ഛനും അമ്മയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എങ്കിലും ഞങ്ങൾ നിർബന്ധിച്ചൊക്കെയാണ് നിർത്തി ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവർക്കങ്ങനെ ശീലങ്ങളൊന്നുമില്ല, ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വന്നല്ലേ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒന്ന് സഹകരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാനൊന്നും അത്ര താല്പര്യമുള്ളവരല്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ടവർ ബ്രിഡ്ജ് തുറന്നു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർത്തും അസുലഭമായൊരു നിമിഷമായിരുന്നു അത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുമെന്ന്. അപ്പോഴാണ് നമ്മൾ കണ്ടത് ആ ഒരു ചെറിയൊരു ബോട്ട്, അല്പം പൊക്കമുള്ളൊരു ബോട്ടാണ്. അത് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് തുറക്കുന്നത്. സമയം അല്പം വൈകിയാലും വേണ്ടില്ല, എന്തായാലും ഇത് തുറന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ച് അവിടെ നിന്നു. വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലോ ഇത്. അതും ബുക്ക് ചെയ്തൊക്കെ ആൾക്കാർ ഇതൊക്കെ കാണാനായിട്ട് വരാറുണ്ട്. എന്തായാലും നമുക്ക് യാദൃശികമായിട്ടാണെങ്കിലും ആ ഒരു നിമിഷം കാണാനായിട്ട് പറ്റി. അങ്ങനെ സുലഭമായ ആ ഒരു നിമിഷം നമ്മൾ വീഡിയോയിലൊക്കെ പകർത്തി അത് ആസ്വദിച്ച് നിന്നു. രണ്ട് സൈഡിലെ ഗതാഗതമൊക്കെ നിർത്തി വെച്ചിട്ടാണ് ആ ഒരു പാലം ഓപ്പൺ ആവുന്നത്. സാധാരണ കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം ഓപ്പൺ ആകാറ്. അത് മാത്രമല്ല, നേരത്തെ കൂട്ടി അറിയിക്കണം ആ ഒരു പാലം തുറക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോട്ടുകളൊക്കെ അറിയാമായിരിക്കും. എന്തായാലും ഞങ്ങൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്യൂബ് സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് നമുക്ക് വെസ്റ്റ്മിൻസ്റ്ററിലേക്ക് പോകാനുള്ളതാണ്. കാരണം 11:30 നമുക്ക് അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് അവിടെ എത്തണം. അങ്ങനെ നമ്മൾ വേഗം തന്നെ നടന്ന് നമ്മൾ ട്യൂബ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞാവ് വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഇനി നമ്മുടെ ട്യൂബിൽ കയറി ഒരു 10 മിനിറ്റത്തെ യാത്രയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അരമണിക്കൂർ മാത്രമേ കഷ്ടിച്ച സമയമുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വെസ്റ്റ്മിൻസ്റ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം നടക്കുകയാണ് കേട്ടോ. അപ്പം നടന്ന് നമ്മൾ ആദ്യം എത്തിയത് വെസ്റ്റ്മിൻസ്റ്ററിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് തന്നെ വെസ്റ്റ്മിൻസ്റ്റർ പേരിലേക്കാണ്. അവിടെ തന്നെ ഒരു റിവർ ക്രൂസിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ റിവർ ക്രൂസ് സ്റ്റേഷൻ അല്ല, നമുക്ക് പോകേണ്ടത് ലണ്ടൻ ഐ റിവർ ക്രൂസ് ആണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും പാലം കടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് അപ്പുറ സൈഡിൽ നിന്ന് കയറുന്ന വേറെ റിവർ ക്രൂസ് സർവീസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഇനി നമ്മൾ അവിടെ വരെ നടന്ന് ചെല്ലുമ്പോഴേക്കും എന്തായാലും നമ്മൾ സമയം വൈകും. നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും 11:45 നടന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ 12:30 മറ്റൊരു ക്രൂസിൽ നമുക്ക് കയറാം. അപ്പം ആ സമയത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് വേറെ ടിക്കറ്റ് മാറ്റിയെടുക്കണമെന്ന് അവർ പറഞ്ഞു. 10 രൂപ എന്തോ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ആ അരമണിക്കൂർ സമയമുണ്ട്. ആ ഒരു സമയം നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ച് കുഞ്ഞാവയ്ക്ക് പാലൊക്കെ കൊടുത്തൊന്ന് സെറ്റാകാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വന്നതാണ്. അതിൽ പെട്ടെന്ന് തന്നെ സ്നാക്സും മറ്റൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും വന്ന് ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ ക്രൂസിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഡെക്കിൽ കയറിയത് അച്ഛനും അമ്മയും മോളും മാത്രമാണ്. പിന്നെ ഞാനും കുഞ്ഞാവയും ജയും കൂടി താഴെ ഇരിക്കുകയായിരുന്നു. കാരണം അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഇതെല്ലാം കണ്ടതായതുകൊണ്ട് തന്നെ അവർക്കൊരു പുതുമയാവും. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞിനെ നോക്കാനൊരു സമയവും കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലേക്കൊന്നും വന്നില്ല. അപ്പോൾ ഇടയിൽ കുറച്ച് സമയം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ അവരാണ് കൂടുതലും കണ്ടത്. ചെറിയൊരു മഴയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. വളരെ ഫണ്ണി ആയി തന്നെ സംസാരിക്കുന്ന ഒരു കമൻറ്റേറ്റർ ആയിരുന്നു, ഒരു ലേഡി കമൻറ്റേറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ തമാശകളൊക്കെ പറഞ്ഞ ആളുകളെ ഒത്തിരി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. നല്ല രസമായിരുന്നു അവരുടെ കമൻറ്ററി കേൾക്കാനായിട്ട്. നമ്മൾ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമെങ്കിലും കൂടുതലും രസകരമായി സംസാരിക്കുകയാണ് അവർ കൂടുതലും ചെയ്യാറ്. അപ്പോൾ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഡെക്കിൽ നിറയെ ആളുകളുണ്ട്, ഒരു സീറ്റ് പോലും ഒഴിഞ്ഞതില്ല. അതേസമയം താഴെ ഇരിക്കാൻ ഒരാൾ പോലും ഇല്ല കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമാണ് താഴെ ഉള്ളത്. അങ്ങനെ നമ്മൾ കണ്ടു തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടവർ ബ്രിഡ്ജ് ആണ് കാണുന്നത്. നമ്മൾ രാവിലെ ഫുൾ ടൈം ചെലവഴിച്ച് കണ്ട സംഭവത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ടവർ ബ്രിഡ്ജ് കവർ ചെയ്തതിന് ശേഷം ബോട്ട് തിരിച്ച് അതിന്റെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ബോട്ട് നമ്മൾ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുകയാണ്. പറയാനാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഒരുപാട് നിർമ്മിതികൾ, വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒത്തിരി നിർമ്മിതികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. എല്ലാ ചാനലിലുണ്ട്, അപ്പോൾ എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ക്രൂസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ലണ്ടൻ ഐയിലാണ് കയറേണ്ടത്. ലണ്ടൻ ഐ നമുക്ക് ഉടനെ തന്നെ 3 o'clock നമുക്ക് ലണ്ടൻ ഐ സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 1 hour ഗ്യാപ്പ് നമുക്കുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലഞ്ച് കഴിക്കാനൊക്കെ ഒന്ന് നോക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്.
അപ്പോൾ അതുവഴി നടന്ന് നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ആ ഫുഡ് സ്ട്രീറ്റ് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിച്ച് നമുക്ക് കുറച്ച് ലഞ്ച് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ട് ഓടെ അടുത്തൊരു പാലുണ്ട്, അതിൻ്റെ അടിയിലാണ് ആ കാണുന്നതാണ് ഫുഡ് സ്ട്രീറ്റ്. അപ്പം അവിടെ പോയി നമ്മൾ അവിടെ എല്ലാ ക്യൂസീൻസും ഉണ്ട്. ഓരോ ടെൻറ്റും ഓരോ ക്യൂസീനുകളാണ്. ചൈനീസ്, അറേബ്യൻ, ഇന്ത്യൻ, ഇറ്റാലിയൻ, ടർക്കിഷ്, അങ്ങനെ എല്ലാ ക്യൂസീൻസും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം ക്യൂ നിൽക്കാനായിട്ട് വന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും വന്ന് ക്യൂവിലൊക്കെ നിന്നു. അപ്പം നമ്മുടെ ടൈം 3 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പം നമുക്ക് 3 മണിക്ക് ശേഷമുള്ളതിലാണ് കയറേണ്ടത്. ലണ്ടൻ ഐയെ പറ്റി കൂടുതൽ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണത്തെ ലണ്ടൻ വിസിറ്റിൽ. അതുകൊണ്ട് ഇത്തവണ ഞാൻ വിശദമായ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഗൊണ്ടോളയിൽ നമ്മളിപ്പോൾ കയറും. നമ്മൾ ഗൊണ്ടോളയ്ക്കകത്ത് എത്തിയിരിക്കുകയാണ്. ഏത് സീസണിൽ ചെന്നാലും തിരക്കൊഴിയാത്ത ഒരു സംഭവമാണ് ഈ ലണ്ടൻ ഐ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് ഒരുപാട് സമയം ക്യൂ നിന്നൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ അതിൽ കയറാൻ എപ്പോഴും ലണ്ടനിലകത്തുള്ളവരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും ടൂറിസ്റ്റുകളായാലും ഒക്കെ ഏറ്റവും കൂടുതൽ കയറുന്ന ഒരു റൈഡർ ലണ്ടൻ ഐ ആണ്. നമ്മൾ പോലും ഇത് 2ാം തവണയാണ് ലണ്ടൻ ഐയിൽ കയറുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് മിസ് ചെയ്യാൻ തോന്നാത്ത ഒരു റൈഡ് തന്നെയാണത്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ തന്നെ, ആ പാർലമെന്റ് മന്ദിരവും തൊട്ട് താഴെയുള്ള നദിയും അതിലൂടെയുള്ള ബോട്ടുകളുടെ സഞ്ചാരവും ട്രെയിനുകളും ഒക്കെ എല്ലാം ഒറ്റ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒത്തിരി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനിയും വീട്ടിലേക്കാണ് പോകുന്നത്. കുഞ്ഞാവയാണെങ്കിലും രാവിലെ മുതൽ അല്പം ടയേർഡൊക്കെയാണ്. അപ്പം നമ്മൾ നേരെ ട്യൂബ് സ്റ്റേഷനിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഇപ്പം സമയം വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. എല്ലാവരും നല്ല അത്യാവശ്യം ടയേർഡാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ട്യൂബ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴി നമ്മൾ ഈസ്റ്റ് ഹാമിലും കൂടി ഒന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഹാമിൽ നമുക്ക് ഇറങ്ങിയിട്ട് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലണ്ടനിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികളുള്ള ഒരു സ്ഥലമാണ് ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നമുക്ക് ഈവനിങ്ങിലോട്ടുള്ള ഫുഡ് നമ്മൾ ഒന്നുകിൽ വാങ്ങും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്യൂബിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഹാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈസ്റ്റ് ഹാമിൽ ഇപ്പോൾ നമ്മളൊരു മലയാളി കടയിലാണുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സമയം നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും കൂടുതലും നമ്മുടെ നാട്ടിലുള്ള കടകളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പോരാത്തതിന് നമ്മുടെ നാട്ടിലുള്ള പോലെ ക്ഷേത്രങ്ങളും അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതവിടെയുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ്. നമ്മൾ നാട്ടിലെത്തിയ ഒരു ആംബിയൻസ് ആണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയുക. അപ്പോൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.